25ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക് സ്വാഗതം. വേദികളിൽ മത്സരങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കളർഫുള്ളായ ഇനമായ നാടോടി നൃത്തമാണ് വേദി 1-ൽ നടക്കുന്നത്. ഇഷ്ടംപോലെ ഞായറാഴ്ച ആയതുകൊണ്ടുകൂടി ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ ഈ മത്സരങ്ങളൊക്കെ കാണാൻ എത്തിയിരിക്കുന്നത്. ഏതായാലും പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ 4-ാം ദിവസം വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. മെഗാ പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ലയാണ് 4-ാം ദിവസം മുന്നിട്ട് നിൽക്കുന്നതായി കാണാൻ കഴിയുന്നത്. 387 പോയിന്റുമായി പാലക്കാട് 1-ാം സ്ഥാനത്താണിപ്പോൾ. തൊട്ടുപിറകിലായി ആതിഥേയരായ കോഴിക്കോട് 384 പോയിന്റുമായി കോഴിക്കോട് ഇന്ന് 2-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം കോട്ടയം ഇന്നലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ കോട്ടയം കുറച്ച് പുറകിലോട്ട് പോയിരിക്കുന്നു. കോട്ടയം ഇപ്പോൾ 6-ാം സ്ഥാനത്താണ്. തൃശ്ശൂർ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. കണ്ണൂർ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ വേദിയിൽ എന്താണ് വേദി 1-ൽ നാടോടി നൃത്ത മത്സരമാണ് നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. പെണ്ണെന്ന് ചൊല്ലി പെണ്ണെന്നറിഞ്ഞപ്പോൾ മനം മടുത്തു, ആടിലേഖവാനം പോല മുഖം കറുത്തു. വീണ്ടും പിറന്നൊരു പെണ്ണിനെ പെറ്റപ്പോൾ ദൈവത്തിൻ വീട് ചെകുത്താൻ കൂടെ. പെൺമക്കളെ പെറ്റു കൂട്ടുന്ന ചാവാലി എൻകുലം തീർപ്പിനായി വന്നവൾ നീ. ഒരു നാളിലെന്നും പിഞ്ചോവനകളെ ചലനമില്ലാതെ കാണുകയാ. ആളുകൾ നീങ്ങി വീണ്ടും പിറന്നതു പെൺകുഞ്ഞ്. അതുകൊണ്ട് മാത്രയും കരിപൂർണ്ണ മാണിക്കൻ മയത്താട്ടി ചിരുതയെ വിളിച്ചു വരുത്തി. മഞ്ഞരളി കായരച്ച് നെഞ്ചിനിലെ തേച്ചു മുലയൂട്ടിനാൽ എല്ലാം തീരുമേ. അമ്മിഞ്ഞ പാലിന് ചുണ്ടു പിളർക്കുമ്പോൾ വിഷമൂട്ടി അതിനെ ഞാൻ കൊല്ലുവാനോ മാട്ടേ കൊല്ലമാട്ടേ. എൻ പച്ചക്കുളന്തയെ ഞാൻ കൊല്ലമാട്ടേ. വേദി 1-ൽ നടക്കുന്ന നാടോടി നൃത്ത മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മേഘ, നമുക്കിനി ഒരു അതിഥിയിലേക്ക് പോകാം. കോഴിക്കോട്ടുകാരനായ ഒരു അതിഥിയാണ് നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. ചലച്ചിത്ര താരവും നാടക നടനുമായ ശ്രീ അപ്പുണ്ണി ശശിയാണ്. ഒട്ടേറെ ഇപ്പോൾ സമീപകാലത്ത് വന്നിട്ടുള്ള സിനിമകളിലെല്ലാം സജീവ സാന്നിധ്യമാണ് ശശിയേട്ടൻ. ശശിയേട്ടാ, നമസ്കാരം. നമസ്കാരം ചേട്ടാ, സ്വാഗതം. എനിക്ക് തോന്നുന്നു കലാകാരന്മാർക്ക് എന്നും കലോത്സവ വേദികൾ എന്ന് പറയുന്നത് വലിയൊരു നൊസ്റ്റാൾജിയാണ്. ചേട്ടനൊരു നാടക നടനാണ്, ഒപ്പം തന്നെ സിനിമാ താരം കൂടിയാണ്. അത്തരത്തിൽ എന്തൊരു നൊസ്റ്റാൾജിയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് കലോത്സവവുമായി ബന്ധപ്പെട്ട്? ഇന്ന് അതായത് ഇപ്പോൾ 2-3 ദിവസമായില്ല, ഇന്ന് 3-ാമത്തെ ദിവസമല്ല. ഇന്ന് സത്യത്തിൽ പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെ ഉത്സവമാണുള്ളത്. കേരളത്തിൻ്റെ മൊത്തം ഉത്സവമാണ്, എക്സ്പെഷ്യലി കോഴിക്കോട്ടുകാരുടെ ഉത്സവമാണ്. കോഴിക്കോട്ടുകാർക്ക് എന്നും ഒരു കലാപരിപാടി ഇവിടെ നടക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഉത്സവമാണ്. ഇപ്പോൾ ഒരു വടക്കുന്ന ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തു നിന്നൊക്കെ ഒരു നാടക വണ്ടി വരികയാണെങ്കിൽ കോഴിക്കോട് ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണമെന്നാണ് പറയുക. കാരണം അത്രയും നല്ല ശക്തമായ ആസ്വാദകരുള്ള, കലയെ ഭയങ്കര നെഞ്ചോട് തൊട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുള്ള, കലാകാരന്മാരുള്ള, വളരെ സഹൃദയരായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ നമുക്കിന്ന് ഉത്സവവും സന്തോഷമൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ശശിയേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ഞാൻ എന്ന സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ് ശശിയേട്ടൻ. അതുപോലെ തന്നെ പലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലെ ആൻഡി എന്ന കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഏതായാലും ഈ ചലച്ചിത്ര രംഗത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ വേദികളിൽ വരുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്താണ്? അതായത് ഞാൻ നാടകക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അപ്പുണ്ണികൾ എന്ന് പറയുന്ന നാടകം 2 പേര് മാത്രം 2 മണിക്കൂർ നേരം മേക്കപ്പോ മറ്റ് മ്യൂസിക്കുകളോ രംഗസജ്ജീകരണങ്ങളോ ഒന്നുമില്ലാതെ അഭിനയത്തിന് മാത്രം പ്രാധാന്യം നൽകി കളിക്കുന്ന ഒരു നാടകമാണ്. അത് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് 3500-ലധികം വേദി കളിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും നാടകങ്ങൾ കളിച്ചാൽ എനിക്ക് ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയ്ക്ക് വന്ന് നിൽക്കുമ്പം നമ്മളെ തിരിച്ചറിയുന്നില്ല. നമ്മളെ കണ്ടവർ മാത്രമേ കാണുന്നു. സ്റ്റേജിന് പരിമിതി ഉണ്ടല്ലോ. മറ്റേത് ഒരൊറ്റ നിമിഷത്തിൽ കേരളം മുഴുവൻ കാണുന്ന ഒരു മാധ്യമമാണല്ലോ സിനിമ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓഡിയൻസിനിടയിൽ വന്ന് നിൽക്കുന്ന നേരത്ത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ യഥാർത്ഥത്തിൽ രഞ്ജി സാറിൻ്റെ ഒരു വലിയ മഹാമനസ്കത കൊണ്ടാണ് നമുക്ക് ഈ സിനിമയിലേക്ക് വരാൻ പറ്റിയ നാടകക്കാർക്ക് കിട്ടാക്കനിയാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കോഴിക്കോട്ടുകാരനായ ഏറ്റവും ബ്രില്യൻ്റായ നമ്മുടെ എഴുത്തുകാരനും സംവിധായകനുമായ, മാത്രമല്ല ശരിക്കും ഞാൻ പറയുക ഒരു അധ്യാപകനും കൂടിയാണ്, സിനിമ അധ്യാപകനും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന സിനിമകളിലെല്ലാം ആക്ടേഴ്സൊക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശശിയേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞു, ഇഷ്ടംപോലെ മത്സരാർത്ഥികളുടെ ബാഹുല്യം വലിയൊരു പ്രശ്നമാണ്. ഓട്ടംതുള്ളലിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഇരട്ടിയിലധികം മത്സരാർത്ഥികളാണ് മത്സരിക്കാനെത്തിയത്. അപ്പീലുകളുടെ ബാഹുല്യം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം. കുഞ്ചൻ ജനകീയമാക്കിയ തുള്ളലിൻ്റെ ധർമ്മം ആസ്വദിക്കാൻ വൻ ജനപ്രവാഹമായിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിലേക്ക്. നിശ്ചിത എണ്ണത്തിലും ഇരട്ടിയിലേറെ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നതിനാൽ മത്സരം പൂർത്തിയാകുവാൻ രാവേറെ കഴിഞ്ഞു. കലോത്സവത്തിൻ്റെ 3-ാം നാളിൽ ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഓട്ടംതുള്ളൽ ആരംഭിച്ചത് വൈകിട്ട് 7-ന്. ഇവിടെ മത്സരം നടന്ന നങ്ങ്യാർകൂത്ത് വൈകിയതാണ് കാരണം. 14-ന് പകരം 24 പേർ മത്സരിച്ചതോടെ രാത്രി വളരെ വൈകിയാണ് മത്സരം പൂർത്തിയായത്. പല പല കുഴിയുണ്ടാക്കി മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊന്നന്മാർ ചിലരവിടെയൊളിച്ചു. മുൻവർഷങ്ങളിൽ ഒന്നാമതെത്തിയ കോഴിക്കോട്ടെ AS രിക്ത ഉൾപ്പെടെ മത്സരത്തിൽ മികച്ച കലാകാരികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. കലോത്സവ വേദികളാണ് ഓട്ടംതുള്ളലിനെ കൂടുതൽ ജനകീയമാക്കുന്നതെന്ന് പരിശീലകനായ പ്രഭാകരൻ പുന്നശ്ശേരി പറഞ്ഞു. കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷയ്ക്ക് നൽകിയ ഈ ഒരു ഒരു നിധിയെ നമ്മുടെ തലമുറ വളരെ ഹൃദ്യമായിട്ട് തന്നെ അത് നടത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. തുള്ളൽ കളിക്ക് അനുദിനം അതിൻ്റെ പ്രചാരം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് വർദ്ധിച്ചു വരിക. 35 വർഷമായി ഈ രംഗത്ത് സജീവമായുള്ള പ്രഭാകരൻ പൊന്നശ്ശേരിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആരബി മുതൽ 9 വയസ്സുകാരി വിശ്വപ്രിയ വരെ ശിഷ്യകളാണ്. ഏറെക്കാലമായി വിധികർത്താവായിരുന്ന കലാമണ്ഡലം പരമേശ്വരൻ ഇത്തവണ മത്സരാർത്ഥിയായ ശിഷ്യയ്ക്കൊപ്പമാണ് എത്തിയത്. സന്താനഗോപാലം, കിരാതം, ഗരുഡപർവ്വഭംഗം, ഭഗവതം തുടങ്ങിയവയാണ് അവതരിപ്പിച്ച കഥകളിലേറെയും. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ദിലീപിനൊപ്പം സണ്ണി ജോസഫ്. ഏതായാലും ശശിയേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ശശിയേട്ടൻ ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ എന്നുള്ള നിലയിൽ കൂടി വളരെയധികം പ്രശസ്തനാണ്. ഏതായാലും ഏതെങ്കിലും ഒരു നാടകത്തിൻ്റെ ചെറിയൊരു ഭാഗം, ത്രസിപ്പിക്കുന്ന ഒരു ഡയലോഗുള്ള ഏതെങ്കിലും ഒരു ഭാഗം പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചാൽ നന്നായിരിക്കും. അത് ഞാനിപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകമുണ്ട്. അത് തിരഞ്ഞെടുപ്പ് എന്ന് അതിൻ്റെ പേര്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം അത് കക്ഷി രാഷ്ട്രീയമല്ല, സെലക്ഷനാണ്. തിരഞ്ഞെടുക്കലാണ്. ആ നാടകത്തിൽ ഞാനൊരു സ്ത്രീയും പുരുഷനുമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ കഥ പറയുന്ന നാടകമാണത്. ആ നാടകത്തിലെ ചെറിയൊരു പോർഷൻ. ഇന്ന് അബ്ദുള്ളക്കാൻ്റെ വീട്ടിൽ ബിരിയാണി ഞാട്ടോ, ഒന്ന് മണത്ത് നോക്ക്. മണക്കുന്നില്ലേ? ബിരിയാണീൻ്റെ മണം വരുന്നില്ല? മണത്ത് നോക്ക്. ഉണ്ട്. ഇന്ന് വാസനക്ക് എന്തോ വ്യത്യാസം ഉണ്ട് എന്നാ തോന്നുന്നത്. സാധാരണ അവിടെ അടുപ്പത്ത് എന്താ വെക്കുമ്പോൾ പെട്ടെന്ന് വാസന ഇങ്ങോട്ട് കിട്ടുന്ന പണ്ടാർമാർ വലിയൊരു മതിൽ കെട്ടിയിട്ടുണ്ട് അവിടെ, അതുകൊണ്ടാ. ഇന്ന് നെയ്ച്ചോറും കോഴിയാട്ടോ, ശരിക്കും വാസന വരുന്നുണ്ട്. നെയ്ച്ചോറും കോഴി മണത്തോക്ക്. പക്ഷെ നട്ടുച്ച സമയത്തെ അബ്ദുള്ളക്കാൻ്റെ വീട്ടിൽ നിന്ന് ഒരു മീൻ പൊരിച്ച മണം വരാണ്ടിട്ടോ. അന്നേരോ ഞാനിവിടുന്ന് ചോറ് തിന്നായിരിക്കും. എത്ര ചോറാന്നറിയോ? ഞാൻ ആ മീൻ പൊരിച്ച മണം കേട്ട് വാരി തിന്നു. എനിക്ക് മീനിൻ്റെ കഷ്ണമൊന്നും വേണ്ട, മണം മതി. എത്ര ചോറ് വേണമെങ്കിലും ഞാൻ വാരി തിന്നു. അബ്ദുള്ളക്കാരൻ്റെ വീട്ടില് നെയ്ച്ചോറും കോഴിയൊന്നല്ല, പാൽപ്പായസം. കുറെ കഴിഞ്ഞ എല്ലാവരും കൂടെ വട്ടട്ട് കുത്തിരിഞ്ഞിങ്ങനെ കുടിക്കും. വലിയ ആളുകളും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരേപോലെ വലിയ ക്ലാസ്സിൽ വിളമ്പും. കുട്ടികളെ തട്ടിത്തൂക്കും, മണ്ണിലാക്കും, ചവിട്ടിത്തേക്കും.
വളരെ 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 രസകരമായിരുന്നു അത്. കോഴിക്കോട് ഭാഷ കൂടി ആയതുകൊണ്ട് കുറെ കൂടി കംഫർട്ടബിളായി ചെയ്യാനും പറ്റുന്നുണ്ട് ആ സാധനം അല്ലേ? അതെ. അപ്പം ഈ പറഞ്ഞ പോലെ നാടകമാവുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം, നേരത്തെ പറഞ്ഞ പോലെ ഈ സൂക്ഷ്മമായ ഈ മുഖഭാവങ്ങളൊക്കെ നാടകത്തിൽ എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്നുള്ളൊരു വലിയ വിഷയമാണ്. അതെ അതെ അതെ. നേരെ മറിച്ച് ഇത് സിനിമയിലായിരുന്നെങ്കിൽ. അതെ, ഇത് ഞാൻ കളിക്കുന്ന പ്ലേ ക്ലോസ് ഓഡിയൻസ് പ്ലേ ആണ്. ശരിക്കും ഒരു 250-300 ആളുകൾക്ക് വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ മുഖം കാണുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഓഡിയൻസിനെ ലൈറ്റ് ഇട്ടിട്ടേ നമ്മൾ കളിക്കുള്ളൂ. നിങ്ങളുടെ മുഖം എനിക്ക് കാണണം, കൊടുക്കൽ വാങ്ങലാണ് ഈ നാടകം. അങ്ങനെയാണ് ഈ നാടകം കളിക്കുക. ചേട്ടാ, ഈ കലോത്സവ വേദികളിലെ നാടക മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾ വരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് ഹയർ സെക്കൻഡറി ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് കൊച്ചുകുട്ടികൾ അഭിനയിക്കുന്നത്. ഒരു നാടക നടൻ, സിനിമാ താരം എന്ന നിലയ്ക്ക് ഈ വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു അഭിനയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കലോത്സവ നാടകത്തെക്കുറിച്ച് നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നാ, അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് സബ് ജില്ല, ജില്ല, സംസ്ഥാനമാണല്ലോ ഇത്. ഈ ജില്ലയിലും സബ് ജില്ലയിലും കുറേ അരിക്കപ്പെട്ട് വരുന്നതാണല്ലോ, സെലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ കുറച്ചൊരു മെച്ചമുണ്ടാവും യഥാർത്ഥത്തിൽ. പക്ഷേ ഈ സബ് ജില്ല ലെവലിലും ഇപ്പോഴത്തെ സ്കൂൾ നാടകങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞാൽ കുറേ ഞെക്കിപ്പഴിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊന്നും പിന്നെ കാണാത്തത്. ഇൻബോൺ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഇൻബോൺ ആയിട്ട് അതിൽ വിഹരിക്കുന്ന കുട്ടികൾ നാളെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്കും അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഇപ്പോൾ പോകുന്നുണ്ട്. പണ്ട് അതിനുള്ള സോഴ്സ് ഇല്ലായിരുന്നു, ഇപ്പം അതുണ്ട്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ഹൈസ്കൂൾ വിഭാഗം ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ നന്നായിട്ടില്ല എന്ന് ഞാൻ പറയാം. അത്ര അങ്ങോട്ട് വലിയ കോമ്പറ്റീഷൻ ഉണ്ടായില്ല. 2-3 നാടകങ്ങൾ ഉണ്ടായിരുന്നു. ആ 2-3 നാടകങ്ങൾ നല്ല മികച്ച നിലവാരം പുലർത്തിയിരുന്നു. അതിന് ഫസ്റ്റും സെക്കൻഡും എ ഗ്രേഡും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നമ്മളെ സുഹൃത്തുക്കൾ ചെയ്ത നാടകങ്ങളാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ഒരു ശശിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. മാർഗംകളിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എന്താണ് മേഘ? മാർഗംകളിയെ സംബന്ധിച്ചൊരു ഇന്നലെ നടന്ന മാർഗംകളി മത്സരം എന്ന് പറയുന്നത് ചടുലമായ താളങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി എന്ന് തന്നെ വേണം പറയാം. സുരാജ്, എല്ലാ തരത്തിലും വേദിയെ കീഴടക്കിയായിരുന്നു മത്സരാർത്ഥികൾ. ആരെങ്കിലും എത്തിയത് ആ റിപ്പോർട്ടിലേക്ക്? മാർഗം കൂടിയവരുടെ തിരുവാതിരക്കളി മാപ്പിളപ്പാട്ടിന്റെ മണ്ണിലും അരങ്ങു തകർത്തു. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ അന്യം നിന്നുവരുന്ന ചട്ടയും മുണ്ടും ധരിച്ച് കാതിൽ കുണുക്കും കാലിൽ തളയുമിട്ട പെൺകുട്ടികൾ ചടുല താളങ്ങളോടെ മാർഗംകളി വേദി കൈയടക്കി. വേദിയിൽ സ്വയം മറന്നാടിയ ചിലർ മത്സരം കഴിഞ്ഞതോടെ തളർന്നു വീണു. പാടിക്കളിച്ച മാർത്തോമാസ്തുതികൾ എന്തെന്നും മാർഗംകളിയുടെ പ്രത്യേകതകളും മനസ്സിലാക്കിയായിരുന്നു പലരും വേദിയിലെത്തിയത്. വിധികർത്താക്കളെക്കുറിച്ചുള്ള പരാതികളും മാർഗംകളി വേദിയിൽ ഉയർന്നു. ആകെ 3 അധ്യാപകന്മാരുണ്ടാവുള്ളൂ, പക്ഷേ കേരളത്തിലെ മൊത്തം ആളുകളെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പിൽ എന്നാൽ ഈ ആശങ്കകൾക്കുമപ്പുറം ആത്മവിശ്വാസമുണ്ടായിരുന്നു പെൺസംഘങ്ങളുടെ ചുവടുകൾക്ക്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്തറയ്ക്കൊപ്പം ഹണി സെബാസ്റ്റ്യൻ. ഇങ്ങനെ കലോത്സവത്തിൽ ഇത്തരം 10,000-കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും മത്സരിക്കാൻ എത്തുന്നത്. ഓരോ വർഷവും ഈ മത്സരത്തിൻ്റെ കണക്കനുസരിച്ച് ചെലവും, ഈ മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള ചെലവും പരിശീലിപ്പിക്കുന്നതിനുള്ള ചെലവൊക്കെ ഓരോ വർഷവും കൂടിക്കൊണ്ടുവരികയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു സമസ്ത മേഖലയിലെയും വിലക്കയറ്റം ഈ കലോത്സവ വേദിയെയും ബാധിച്ചിരിക്കുന്നു. ലക്ഷങ്ങളൊക്കെ മുടക്കിയാണ് പല വിദ്യാർത്ഥികളും മത്സര വേദികളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ കുടുംബങ്ങളിൽപ്പെട്ട കലയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കലയോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത്തരം വേദികൾ അന്യമാവുകയാണ്. പാട്ടിന് 10,000, ഈണത്തിന് 15,000, റെക്കോർഡിങ്ങിന് 30,000 മുതൽ 75,000 വരെ, കോസ്റ്റ്യൂം, കോറിയോഗ്രാഫി, പരിശീലനം എന്നിവയ്ക്ക് ഫീസ് വേറെയും. പുതുമയ്ക്ക് പണം അതിലും ഉയരും.
ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ട നൃത്തവട്ടങ്ങൾ ആടിത്തീരുമ്പോൾ ചുരുങ്ങിയത് 3 ലക്ഷം രൂപ. സാമ്പത്തികമായിട്ട് നന്നായിട്ട് ചിലവാകും. ഒരു ഐറ്റം കമ്പോസ് ചെയ്തെടുക്കുമ്പം തന്നെ ഭരതനാട്യമൊക്കെ 70-75,000 രൂപയാണ് ഒരു ഐറ്റം കമ്പോസ് ചെയ്തെടുക്കുന്നത്. കമ്പോസിങ്ങിന് പിന്നെ ഐറ്റം പഠിപ്പിക്കുന്നതിന് വേറെ കൊടുക്കണം. ജില്ല, സ്റ്റേറ്റ് ഇത്രയാകുമ്പോഴത്തേക്ക് 2-2.5 ലക്ഷം രൂപയാവും. അക്കങ്ങളുടെ വലത്തേയറ്റത്ത് പൂജ്യങ്ങളുടെ എണ്ണം പെരുകി കയറുമ്പോൾ രക്ഷിതാവിൻ്റെ കണ്ണിൽ വെള്ളം നിറയും. ആനന്ദമോ ആദിയോ. എന്നിട്ടും ഓരോ കലോത്സവങ്ങളുടെയും ആരവം ഒടുങ്ങുമ്പോഴുള്ള കണക്കെടുപ്പിൽ സർഗാത്മകതയുടെ ഉറവ പറ്റിത്തുടങ്ങിയെന്ന് വിലപിക്കാനാണ് ആചാര്യന്മാർക്ക് താൽപ്പര്യം. കറൻസിയിൽ കുരുങ്ങി കലാമൂല്യം ഞെരിഞ്ഞമരുന്നത് അറിഞ്ഞിട്ടും അറിയാത്ത മട്ട് നടിക്കുകയാണവർ. കലാവതരണങ്ങളുടെ ചെലവ് കൂടി വരുമ്പോൾ കലോത്സവ വേദിക്ക് കമ്പോളത്തിൻ്റെ കാഠിന്യം. ഈ കമ്പോളത്തിൻ്റെ കളിയാട്ടത്തിൽ സാധാരണക്കാരൻ്റെ മക്കൾക്ക് സ്ഥാനമില്ല. എത്ര വലിയ പ്രതിഭയായാലും അവർ തിരശീലയുടെ പിന്നിലേക്ക് പോകണം, അല്ലെങ്കിൽ കർട്ടൻ വലിക്കാൻ ഇരിക്കണം. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം RK ജയപ്രകാശ്. ഓക്കെ, വേദിയിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശിയേട്ടനിലേക്ക് വന്നാൽ, ശശിയേട്ടൻ ഈ കലോത്സവ അനുഭവങ്ങൾ എന്താണുള്ളത്? നാടക മത്സരത്തിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അത്തരത്തിലുള്ള സിംഗിൾ കോമ്പറ്റീഷൻ ഐറ്റങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നോ? ഞാൻ 12 വർഷമായിട്ട് കുട്ടികളുടെ നാടകം ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഒരുവിധം സ്കൂളുകളിലെല്ലാം നമ്മൾ അങ്ങനെ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. എന്തായാലും 2 നാടകം ചെയ്തിരിക്കും. ഈ പ്രാവശ്യം കുറച്ച് തിരക്ക് കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷം വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇതിൽ ചെയ്യാൻ ഇപ്പം നമ്മളൊരു സ്കൂളിൽ ചെയ്യാൻ പോയ സമയത്ത് ഒരു തമിഴ് പയ്യൻ, എൻ്റെ നാട്ടിലുള്ള ഒരു സ്കൂളാണത്, തലക്കളത്തൂർ. ആ സ്കൂളിലെ ഒരു പയ്യൻ, തമിഴ് പയ്യൻ, അവനെ സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പഠിക്കുകയില്ല, ജനലിൻ്റെ മുകളിലാണ് ഇരിക്കുക. ജനലിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പേരക്കമരം അവിടുന്ന് അങ്ങോട്ട് റോട്ടിലേക്ക് ഉണ്ട്. ആ പേരക്കമരത്തിൻ്റെ മുകളിൽ കൂടെ നേരെ റോട്ടിലേക്ക് പോകും. എന്നിട്ട് അങ്ങനെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങോട്ട് ക്ലാസ്സിൽ ആ ജനലിൻ്റെ മുകളിൽ വന്നിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നൊരു പയ്യെ അവനെ നാടകത്തിൽ ചേർത്തിയ സമയത്ത് ടീച്ചർമാരൊക്കെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പണം ചിലവാകും നാടകം ചെയ്യാൻ, പക്ഷേ ആ കുട്ടിയെ ചേർത്തിയാൽ നാടകം പൊളിയും. അവനൊരു അക്ഷരം പോലും പഠിക്കാത്ത കുട്ടിയാണ്, നിങ്ങൾക്ക് ഡയലോഗൊന്നും പറയിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 2-3 ഡയലോഗുള്ള ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള റോൾ കൊടുത്തു. പക്ഷേ അതിൽ മന്ത്രവാദിയായിരുന്നു ഏറ്റവും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യേണ്ട ആൾ. പക്ഷെ 3ാമത്തെ ദിവസം ഈ കുട്ടി എല്ലാ ആൾക്കാരുടെയും ഡയലോഗ് കാണാപ്പാടം പിടിച്ച് എനിക്ക് പറഞ്ഞു കേൾപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഞാൻ മന്ത്രവാദീൻ്റെ റോൾ ആ കുട്ടിക്ക് കൊടുക്കുകയായിരുന്നു. ആ കുട്ടി ആ സ്റ്റേജ് ശരിക്കും പറഞ്ഞ് പെർഫോം ചെയ്ത് തകർത്തിട്ട് അധ്യാപകരെ കണ്ണുള്ളിപ്പോയി. അതിനുശേഷം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ട്യൂഷനൊക്കെ കൊടുത്ത് ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. അത്രയും വലിയൊരു പ്രതിഭയാണ് മനസ്സിലായപ്പോൾ. ഇപ്പം ഞാനതിന് +2 വിഭാഗത്തിൽ നാടകം പഠിപ്പിക്കാൻ പോയ സമയത്ത് കമ്പ്യൂട്ടറിൽ നിന്ന് കോഴിയുടെ ശബ്ദം, പിന്നെ ആടിൻ്റെ ശബ്ദം, അതേപോലുള്ള ശബ്ദങ്ങളെല്ലാം കളക്ട് ചെയ്ത് തരികയായിരുന്നു. അത്രയും ഉയർന്നു ആ കുട്ടി. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൊണ്ട് കുട്ടികളുടെ ഉള്ളിലുള്ള നമ്മൾ അടഞ്ഞിരിക്കുന്ന അധ്യായം പുറത്തേക്ക് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും മേഘ, നമുക്ക് വേദികളിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. വേദി 3-ൽ മേഘ കുച്ചിപ്പുടിയല്ലേ നടക്കുന്നത്? കുച്ചിപ്പുടി ഏതായാലും കുച്ചിപ്പുടി മത്സരമാണ് നടക്കുന്നത്. വേദി 3-ൽ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു വ്യത്യസ്തമായൊരു റിപ്പോർട്ടിലേക്ക് പോകാൻ തോന്നുന്നു. തീർച്ചയായും സൂരജ്, കലയ്ക്ക് മുമ്പിൽ പണമോ മതമോ ഒന്നുമല്ല എന്ന് കാണിക്കുകയാണ് ഇടുക്കിയിൽ നിന്നെത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. 10,000-ങ്ങളും ലക്ഷങ്ങളൊക്കെ മുടക്കി വേദിയിൽ എത്തുമ്പോൾ
ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് മികച്ചൊരു അധ്യാപകൻ പോലും ഇല്ലാതെയാണ് വേദിയിലെത്തിയത്. ആ കാഴ്ചയിലേക്ക്. അമ്പലത്തിൽ പ്രാർത്ഥനകൾക്കിടയിൽ ഗായത്രി മന്ത്രവും ശ്ലോകങ്ങളും ചൊല്ലിയ നാവുകൊണ്ട് മൗലൂദോതി ബെയ്ത്തുപാടി ദഫ്മുട്ടിൽ അരങ്ങിലെത്തിയിരിക്കുകയാണ് ഇടുക്കി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ധനേഷ് ഏറെക്കാലമായി അമ്പലത്തിലെ പൂജാരിയാണ്. ഇത് ധനേഷിന്റെ കാര്യം മാത്രമല്ല. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീം അംഗങ്ങളിൽ 2 പേർ മാത്രമേ മുസ്ലിം കുട്ടികളുള്ളൂ. ഈ മിടുക്കന്മാരെല്ലാം സംസ്ഥാന തലത്തിൽ എത്തിയതാകട്ടെ ഒരു പരിശീലകന്റെയും സഹായമില്ലാതെ. ഞങ്ങളുടെ അജാസ് അവനെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങളുടെ 2 സീനിയേഴ്സാണ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ അബുവും അമ്പുവും. അവർ രണ്ടും ഞങ്ങൾ അവരെ പഠിപ്പിച്ചത്. മറ്റുള്ളവർ 10,000 പരിശീലനത്തിന് ചിലവാക്കുമ്പോൾ ഇവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയുമില്ല. എല്ലാം കണ്ടും കേട്ടു പഠിച്ചു. വലിയ തുക കൊടുത്ത് ഒരു ട്രെയിനറെ വെച്ച് പരിശീലിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത വിഭാഗമാണ്. ഈ കുട്ടികൾ സ്വയമേവ പരിശീലിച്ച് മുൻപ് പഠിച്ച കുട്ടികളുടെ സഹായത്തോടു കൂടിയൊക്കെ പരിശീലനം നേടിയിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അത്ര പെട്ടെന്ന് വഴങ്ങാത്ത ബെയ്ത്തുപാട്ടുകളും താളവുമെല്ലാം ആത്മസമർപ്പണത്തിലൂടെ ഹൃദയസ്ഥമാക്കി മുട്ടിപ്പാടിയപ്പോൾ ഇവർ ഇടം പിടിച്ചത് കോഴിക്കോട്ടെ കലാസ്വാദകരുടെ ഹൃദയത്തിലായിരുന്നു. ക്യാമറാമാൻ ആർ.കെ. ഫിറോഷിനൊപ്പം ഷമീമ സലാം. ഇനി ശശിയേട്ടന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. തീർച്ചയായും ചേട്ടൻ നിലവിൽ നാടകത്തിലും സിനിമയിലൊക്കെയായി ചേട്ടൻ വളരെ സജീവമാണ്. ഇനി പുറത്ത് വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? പുതിയ ചിത്രങ്ങളെ കുറിച്ച് കൂടി. വരാനിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് നല്ല വേഷമായിരുന്നു. തുടങ്ങി തീരുന്നത് വരെയുള്ള റോളായിരുന്നു. അത് കണ്ടിട്ട് പിറ്റേന്ന് മമ്മൂക്ക എന്നെ വിളിച്ചു, ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു സിനിമ പാലക്കാട് സുഹൃത്തുക്കളുടെ സിനിമയാണ്. പുതിയ ആൾക്കാരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. നല്ല ക്യാരക്ടറാണ് പറഞ്ഞു വെച്ചത്. ഇന്നിപ്പോൾ കുറച്ച് സന്തോഷമുള്ള ദിവസമാണ്. അതിൻ്റെ ഡേറ്റൊക്കെ പറഞ്ഞു തന്നു. ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന സമയമാണ്. പിന്നെ 1-2 പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയാനായിട്ടില്ല. കാരണം എല്ലാം നടക്കണം, അതും നടക്കണം, ഇത് നടക്കണം. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ നാടകങ്ങളില്ലേ, അതൊക്കെ കൃത്യമായിട്ട് സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 27-ാം തീയതി ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ ചെയ്യാനുണ്ട്. അങ്ങനെ നാടകവും സിനിമയും ഒക്കെ ഇങ്ങനെ സമ്മിശ്രമായിട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനെ സിനിമയിൽ വന്നപ്പോഴെങ്ങനെയാണ് നാടകത്തിന് കൂടുതൽ അവസരം സമയം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടോ? അത് സിനിമ ഉള്ളത് കൊണ്ട് നാടകത്തിന് ഇന്ന ദിവസം നിങ്ങൾക്ക് കളിച്ചുകൂടാൻ ചോദിക്കുമ്പോൾ ധൈര്യപ്പെട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമൻ്റെ ഏകദേശം ഒരു ഇടവേള നോക്കിയിട്ട് ബുക്ക് ചെയ്ത് കളിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ നാടകം പിന്നെ 2 കഥാപാത്രങ്ങൾ, അതായത് ലക്ഷ്മിയും ചന്ദ്രനും, ഒരു കുടുംബത്തിൻ്റെ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുന്ന ഒരു നാടകമാണ്. അപ്പോൾ ഇത് കുറച്ച് പോപ്പുലർ ആയതുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അധിക സമയം വിളിക്കാറുണ്ട്. പക്ഷേ സിനിമയുള്ളത് കൊണ്ട് അതൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. എന്നാലും രണ്ടും കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം. അങ്ങനെ ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം കുറേ നാടകം ചെയ്തല്ലോ. ചേട്ടാ, ഒരു കാലത്ത് എനിക്കൊന്ന് പണ്ടൊക്കെ നാടക നടന്മാർ എന്ന് മാത്രം അറിയപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു ചിലർ. ഇപ്പം നാടകം കഴിഞ്ഞാൽ നേരെ സിനിമയിലേക്ക് എങ്ങനെ പോകാമെന്നാണ് നാടകത്തിലൂടെ വരുന്ന ആളുകൾ പോലും ചിന്തിക്കുന്നത്. ആ ഒരു അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? നാടകം എന്നത് സിനിമയിലേക്ക് കടക്കാനുള്ള ഒരു വേദിയായി മാത്രം കാണുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് വാദത്തെ എങ്ങനെ കാണും? അത് നാടകം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഒരു കലാകാരനായാൽ സിനിമ ചെയ്യുക എന്നുള്ളത് ഉള്ളിലുള്ള ആത്യന്തികമായ ആഗ്രഹമായിരിക്കും. അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു ഭാഗ്യം മാത്രമാണ്. കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായിട്ട് അതിനൊരു അവസരവും ഭാഗ്യവും ഒക്കെ ഉണ്ടാവണം. ഒരുപാട് ആയിരക്കണക്കിന് നാടക നടന്മാർ കേരളത്തിലുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പം എല്ലാവർക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും, ചെയ്യും. ഓക്കെ, ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് ശശിയേട്ടനെ. കൂടുതൽ നാടകത്തിലും അതുപോലെ തന്നെ സിനിമയിലും ശോഭിക്കാൻ കഴിയട്ടെ, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് ഈ കലാമേള ആതിഥേയത്വത്തിൻ്റെ മര്യാദയോടുകൂടി നല്ല നിലയിൽ നടത്താൻ ശശിയേട്ടനും കൂടി ഉണ്ടാവണം എന്ന് തീർച്ചയായും അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വളരെയധികം നന്ദി ഇവിടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയതിന്.